ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനം, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഏശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഇതേ വചനം വായിക്കുന്നുണ്ട്. ഏശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ, ദൈവം എൻ്റെ കൂടെ, മറ്റുള്ളവരുടെയും കൂടെ. രണ്ട് ചിന്തകളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോവുക. എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെയുള്ളവരുടെയും കൂട്ടത്തിൽ ദൈവമുണ്ട്. എൻ്റെ കൂടെ എല്ലാ സമയവും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മോടൊത്തായിരിക്കുന്ന ദൈവമാണ് യേശു. നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് യേശു, എമ്മാനുവേൽ. അവൻ എല്ലാ സമയവും സന്തോഷത്തിലും ദുഃഖത്തിലും, ഞാൻ സങ്കടപ്പെടുമ്പോഴും പരാജയപ്പെട്ടിട്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ മരണത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുകയാണ്, ഭയവും ഉത്കണ്ഠയും ആകുലതയും ഒക്കെ നിറഞ്ഞിട്ട് മനസ്സ് മുഴുവനും വ്രണബാധിതമായിട്ട് മനസ്സ് തകർന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. നിന്നെ സൃഷ്ടിച്ച, നിനക്ക് ജന്മം തന്ന, നിന്നെ വളർത്തുന്ന, നിന്നെ അറിയുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് ഈ ഒരു വാർത്ത നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു വെക്കാം. അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, എങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്നുകൂടെ ഒന്ന് ബോധ്യതലങ്ങളിലേക്ക് കൊണ്ടുവരാൻ. ദൈവം കൂടെയുണ്ട്. ശക്തനായ, സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ ഡാമിയൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം, 47 വയസ്സൊക്കെ പ്രായമുള്ള സമയം, നല്ല ഓട്ടത്തിന് പറ്റിയ സമയം, കുഷ്ഠരോഗികളുടെ കൂടെ കഠിനാധ്വാനം ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും മാറ്റിവെക്കുകയാണ്. എല്ലാ അറിവും കഴിവും ഒക്കെയുള്ള ഒരു വൈദികനായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് കുഷ്ഠരോഗികളുടെ കൂടെ മാത്രം ജീവിക്കാൻ, ഭാവിയിൽ എന്തും സംഭവിക്കാം അറിയാം, കുഷ്ഠരോഗം തനിക്കും സംഭവിക്കാം, അതൊക്കെ അറിയാം, എങ്കിലും അതൊക്കെ സ്വീകരിക്കാൻ നല്ല മനസ്സോടെ തയ്യാറായിട്ട് ഈ വിശുദ്ധ ഡാമിയൻ കുഷ്ഠരോഗികളുടെ കൂടെ താമസിക്കുകയാണ്. 12 വർഷമാണ് അവരുടെ കൂടെ താമസിച്ചത്. 12 വർഷം ഈ സഹോദരങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും ബലിയർപ്പിക്കും. ബലിയർപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ അൾത്താരയിൽ നിന്നിട്ട് ഇങ്ങനെ വിശുദ്ധനായ ഡാമിയൻ പറയുമായിരുന്നു, നമ്മൾ കുഷ്ഠരോഗികളാണ്, പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. കുഷ്ഠരോഗികളാണെങ്കിൽ പോലും, ബാഹ്യമായിട്ട് നമുക്ക് കുഷ്ഠങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം അത് ഈശോയ്ക്ക് അറിയാം. ഈ ഹൃദയത്തിൽ ഈശോ കൂടെയുണ്ട്, നല്ല ദൈവം കൂടെയുണ്ട്. നമ്മൾ ഏത് അവസ്ഥയിൽ തകർന്നിട്ടുണ്ടെങ്കിലും ഈശോ കൂടെയുണ്ട്. ഈ ഒരു സന്ദേശം എല്ലായ്പ്പോഴും ഈ കുഷ്ഠരോഗികളായ മക്കൾക്ക് ഈ വിശുദ്ധ ഡാമിയൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ ഒരു വീട്ടിലെ മക്കളെ പോലെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടിയിട്ടൊക്കെ കഴിയുന്ന കാലഘട്ടത്തിൽ വളരെ പെട്ടെന്നാണ് അറിയുക, ഈ ഡാമിയൻ എന്ന വിശുദ്ധന് കുഷ്ഠരോഗം പിടിപെട്ടു. ഒരു രക്ഷയില്ല. രോഗം വന്നാൽ അന്നത്തെ കാലത്ത് അറിയാലോ, വലിയ ചികിത്സയൊന്നുമില്ല, പിന്നെ മരണമാണ് അവസാനം. അതിൽ നിന്ന് കരകയറാൻ പറ്റത്തേയില്ല, ഒരാളും അടുത്തേക്ക് ചെല്ലുകയില്ല, ഒരു സഹായം, ഒരു വൈദ്യസഹായം പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ വൈദികനും കുഷ്ഠരോഗിയായിട്ട് മാറുകയാണ്. കുറച്ച് നാളുകൾ സങ്കടപ്പെട്ടു ഒക്കെ എങ്കിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞെങ്കിലും അഭിവന്ദ്യ പിതാവിൻ്റെ അടുത്തിട്ട് പറഞ്ഞു, പിതാവെ ഒന്ന് കുമ്പസാരിക്കണമായിരുന്നു, ഒരു കത്ത് എഴുതുകയാണ്, എനിക്കൊന്ന് കുമ്പസാരിക്കണമായിരുന്നു, ഒരു വൈദികനെ ഒന്ന് പറഞ്ഞു വിടാവോ? പിതാവ് ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോരെ. പിതാവ് തിരിച്ചൊരു മറുപടി എഴുതി. ഇതറിഞ്ഞ് വിശുദ്ധ ഡാമിയൻ്റെ സുപ്പീരിയർ അച്ഛൻ അത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ ആരെയും കാണാൻ പറ്റാത്ത പോലത്തെ സ്ഥലത്ത് നിൽക്കണം, ഒരു കാരണവശാലും ജനത്തോടൊരു സമ്പർക്കം വേണ്ട, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആരും ഇയാൾക്ക് കുർബാന തരാൻ സമ്മതിക്കുകയല്ല, നാവിൽ കൊണ്ടുവന്ന് കുർബാന തരികയല്ല, അങ്ങനെ നിഷേധിച്ച് അതിനെ എതിർത്തിട്ട് ഈ കൂദാശകൾ സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന പോലെ സുപ്പീരിയർ അച്ഛനൊക്കെ പറഞ്ഞപ്പോൾ വിശുദ്ധ ഡാമിയൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. പാവം നന്നായിട്ട് വേദനിച്ചു. കാരണം ജീവിതം മുഴുവൻ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചപ്പോൾ അതിന് പ്രതിഫലം എന്ന പോലെ കിട്ടിയത് കുറേ തിരസ്കരണങ്ങളും ഒറ്റപ്പെടലും കഠിനമായിട്ടുള്ള ഏകാന്തതയുമായിരുന്നു. ഏകാന്തതയുടെ ദുഃഖം അന്നാണ് അത്രയും തീവ്രതയിൽ ഈ വിശുദ്ധൻ അനുഭവിച്ചത്. ഒറ്റപ്പെട്ടു പോകുന്ന പോലെ. അതുവരെയും എല്ലാവരും ഉണ്ടെന്ന് മനസ്സിൽ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അന്നങ്ങ് തോന്നുവാണ്, ഞാൻ ഒറ്റയായിപ്പോയി, എനിക്ക് ആരുമില്ലാതെയായി, ഞാൻ ഒറ്റയാകുന്നു ദൈവമേ എന്നുള്ള വേദന, ആ വേദന അങ്ങ് ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. ഡാമിയൻ ആ സമയത്തും ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ കൂടെ ദൈവമുണ്ട്,
എൻ്റെ കൂടെ ദൈവമുണ്ട്. എനിക്ക് ആരുമില്ലെങ്കിലും കൂടെ നിൽക്കേണ്ടവർ, എന്നെ മനസ്സിലാക്കേണ്ടവർ, എന്നെ സഹായിക്കേണ്ടവർ, ഞാൻ വേദനിക്കുമ്പോൾ എനിക്ക് ആശ്വാസമായിട്ട് ഓടി വരേണ്ടവർ മാറി നിന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം മനസ്സിലേക്ക് അങ്ങ് ഉറപ്പിക്കുകയാണ് വിശുദ്ധ ഡാമിയൻ. അവസാന ശ്വാസം വരെയും ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകാതെ ക്രിസ്തുവിൻ്റെ ഒപ്പം മുന്നോട്ട് നീങ്ങി. കുഷ്ഠരോഗിയായിട്ടാണ് മരിച്ചതെങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം സ്വന്തമാക്കിയിട്ടാണ് ഡാമിയൻ ഈ ലോകജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചത്. സഹോദര, നിന്റെ കഠിന ഏകാന്തതയിൽ, സഹോദരി, നീ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ കണ്ണുനീര് തുടയ്ക്കാറില്ലേ? എത്ര രാത്രികൾ തലയണം നനഞ്ഞ് കുതിർന്നു കരഞ്ഞിട്ട്, കണ്ണുനീരുകൊണ്ട്, ഒറ്റയ്ക്കാന്നും പറഞ്ഞ്, ആരുമില്ലാന്ന് പറഞ്ഞിട്ട്, സ്നേഹിക്കാൻ ആരുമില്ലാന്നും പറഞ്ഞിട്ട്. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ കാണാനും കേൾക്കാനും, നിന്നെ സ്നേഹിക്കാനും, നിന്നെ ചേർത്ത് പിടിക്കാനും. അതുമാത്രം, അതിനല്ലേ കഴിയൂ കർത്താവിന്. അതിനപ്പുറം കർത്താവിന് എന്താ ചെയ്യാൻ പറ്റുക? നിന്നെ എത്ര അധികമായിട്ട് നിന്റെ ദൈവം സ്നേഹിക്കുന്നു. ആര് സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായി നിന്റെ ദൈവം നിന്റെ കൂട്ടത്തിൽ നടന്ന് തന്നെ നിന്നെ സ്നേഹിക്കുകയാണ്. രോഗിയായിരിക്കുന്ന അവസ്ഥയിലും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. രോഗിയായിരിക്കുന്ന അവസ്ഥയിലും. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, നമുക്കറിയാലോ, ഒരുപാട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന ഒരു വിശുദ്ധനായിരുന്നു. എത്ര സമയം, എത്ര കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഈ ഫ്രാൻസിസ് സേവിയറൊക്കെ നടന്ന വഴിയിലൊക്കെ രക്തച്ചാലുകൾ ഉണ്ടായിന്ന പറയാ. എന്ന് പറഞ്ഞാൽ കാല് പൊട്ടിയിട്ട് രക്തം ഒഴുകുകയാണ്. അതിങ്ങനെ ആ പോണ വഴിയിൽ മുഴുവൻ ബ്ലഡ് കാണാം, രക്തം കാണാം. എന്നിട്ടും ഈ ഓട്ടവും ഈ അധ്വാനവും ഒന്നും നിർത്താനുള്ള പ്ലാനില്ല. കൂട്ടത്തിലുള്ളവരൊക്കെ പറയാൻ തുടങ്ങി, ഫ്രാൻസിസ് സേവിയറെ, ഇങ്ങനെ ഓടിയാൽ ശരിയാകുകയില്ല, ഇത് എത്രത്തോളം എത്തിക്കാൻ പറ്റും? കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്ത് മുഴുവനും, കർത്താവ് ആഗ്രഹിക്കുന്നത് മുഴുവനും ചെയ്തു തീർക്കാൻ പറ്റുമോ? ഫ്രാൻസിസ് സേവിയർ പറയുമായിരുന്നു, എൻ്റെ കാല് ഇല്ലാതെയായി പോയാലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നിടത്തോളം സമയം, നടക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഓടും. ഇങ്ങനെ ഓടി നടന്ന് അധ്വാനിച്ചിരുന്ന ഈ ഫ്രാൻസിസ് സേവിയർ രോഗിയായപ്പോൾ ഒരാളും ശുശ്രൂഷിക്കാനില്ല, ഒരാളും സഹായിക്കാനില്ല. എന്തേ? എന്നാ പറ്റിയത്? എന്താ രോഗമാണോ? സുഖമില്ലേ? സന്തോഷമില്ലേ? എന്തെങ്കിലും ഒരു സഹായം വേണോ? ചോദിക്കാൻ ആരുമില്ലാന്ന്. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാൻ, ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല. ഫ്രാൻസിസ് സേവിയർ മനസ്സ് മടുത്തില്ല കേട്ടോ, പെറുപിറുത്തില്ല കേട്ടോ, പരാതി പറഞ്ഞില്ല, ചോദ്യങ്ങൾ ഉയർത്തില്ല, കാണുന്നവരോടൊന്നും ദേഷ്യപ്പെടാൻ പോയില്ല. എല്ലാ അവസ്ഥകളെയും അങ്ങ് നല്ല മനസ്സോടെ സ്വീകരിക്കുകയാണ്. ആ വേദനകളെ മുഴുവനും അങ്ങ് ചങ്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വേറെ ഒന്നും പറയാൻ ഈ വിശുദ്ധനില്ല. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ജീസസ്. അത് മാത്രം മനസ്സിൽ പറയാണ്. രോഗിയായിരുന്നപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച വിശുദ്ധാത്മാക്കൾ പറ്റാറുണ്ടോ? ചെറിയ രോഗം വരുമ്പോഴേക്കും, ഒരു ജലദോഷം വരുമ്പോഴേക്കും ഇറിറ്റേഷനായില്ലേ? ചെറിയൊരു അസ്വസ്ഥത വരുമ്പോഴേക്കും മനസ്സിൽ ദേഷ്യം തോന്നില്ലേ എല്ലാവരോടും? തലവേദന വന്നാൽ പോരെ, പിന്നെ എഴുന്നേൽക്കുകയല്ലോ, പിന്നെ കട്ടിൽ തന്നെയായില്ലേ? സഹോദര, സഹോദരി, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും മനസ്സിൽ മറക്കാതെ, മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുതി വച്ചോണം, ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. നിന്റെ രോഗശയ്യയിൽ നിന്റെ അരികിൽ വന്നിരുന്ന് നിന്നെ തലോടാനും, നിന്നെ ആശ്വസിപ്പിക്കാനും, നിനക്ക് ആരോഗ്യം തരാനും നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ രോഗാവസ്ഥയിൽ നിന്റെ കർത്താവ് നിന്നെ അറിയുന്നു. ഈ രോഗാവസ്ഥയിൽ നിന്റെ കർത്താവ് നിന്നിൽ മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്നു. സഹോദര, സഹോദരി, മനസ്സ് തളർന്നു പോകല്ല, മനസ്സ് വേദനിച്ച് പിന്മാറിപ്പോകല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾ വീട്ടിൽ 8 മക്കളാണ് ഉള്ളത്. ഈ 8 മക്കളിൽ 7ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അപ്പച്ചൻ നേരത്തെ മരിച്ചുപോയി, അമ്മ മാത്രമാണ് ഉള്ളത്. അമ്മ എൻ്റെ കൂടെയാണ് താമസിക്കുക. മറ്റ് സഹോദരങ്ങളൊക്കെ വേറെ വീട് വെച്ച് താമസിക്കുകയാണ്. താഴെയുള്ള അനുജൻ, അവൻ ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്ത് താമസിക്കുന്നു. അപ്പം ഈ മകനും അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഒരുമിച്ച് താമസിക്കുക. ഈ മകൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അമ്മ സുഖമില്ലാതിരുന്നപ്പോഴൊക്കെ അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്ത് വേണമെന്ന് അമ്മ പറഞ്ഞാലും അത് മുഴുവനും നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു ആഗ്രഹം അമ്മ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് കേട്ടില്ല എന്ന് വെച്ചിട്ടില്ല. അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്, അമ്മയെ സഹായിച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊരു ജലദോഷം വന്നാൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത്രയും അമ്മയുടെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നോടും സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മകൻ വിവാഹിതനായി. വിവാഹം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തോ ഒരു ചെറിയ അസുഖം വന്നപ്പോൾ കുറച്ച് നാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അതിനുശേഷം അല്പം ദീർഘനാൾ വിശ്രമം വേണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞു, അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി.
മറ്റ് മക്കളുടെ അടുത്തേക്ക്. അമ്മ ഇറങ്ങിപ്പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാനുള്ള ആരോഗ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതെന്തോ ഈ സഹോദരൻ പറയാം, എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല സിസ്റ്ററെ. അമ്മ എൻ്റെ വേദനയിൽ എൻ്റെ കൂടെ നിൽക്കേണ്ടവളായിരുന്നില്ലേ? അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ ജോലി ഒന്നും ചെയ്തില്ലെങ്കിലും അമ്മയുടെ ഒരു സാന്നിധ്യം മതിയായിരുന്നു എനിക്ക്. അമ്മ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു വാക്ക്, മോനെ, ആ വിളി ഒന്ന് കേട്ടാൽ മതിയായിരുന്നു എനിക്ക്. അമ്മ ഇറങ്ങിപ്പോയി. ഇങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചു. എൻ്റെ മനസ്സ് മുഴുവൻ വേദനയാണ്. ഇത് പറഞ്ഞിട്ട് മുൻപിലിരുന്ന് ഒരുപാട് സമയം പൊട്ടിക്കരഞ്ഞത് ഞാൻ ഓർക്കാൻ. ജീവന തുല്യം അമ്മയെ സ്നേഹിച്ചിട്ടും അമ്മയെ സഹായിച്ചിട്ടും ആവശ്യ സമയത്ത് അമ്മ ഇറങ്ങിപ്പോയ, അമ്മ ഇട്ടിട്ട് പോയ ഒരു അനുഭവം പങ്കുവെച്ച ഒരു സമയം ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, എത്രയോ സഹോദരങ്ങളുണ്ട് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയില്ല എന്നും പറഞ്ഞ്, അവർ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, അവർ മറ്റു മക്കളെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചില്ല. ഇങ്ങനെയാ ചില ആൾക്കാരുടെ സങ്കടം. മറ്റു മക്കളോടൊക്കെ എന്തൊരു കരുതലാണ് ഉള്ളത്. എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ ഒരു മകനായിട്ട് കണ്ടിട്ടില്ല, എന്നെ ഒരു മകളായിട്ട് കണ്ടിട്ടില്ല. ഈ മകൻ്റെ മനസ്സിലും ഇത് തന്നെയായിരുന്നു വേദന. അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, സക്രാരിയിൽ ഈശോയുടെ അടുത്ത് പോയിട്ട് അവിടെ അങ്ങ് കുത്തിപ്പിടിച്ചിരുന്നോ, മണിക്കൂറുകളിരുന്നോ. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞാലും നീ എൻ്റെ കൂടെയുണ്ടെന്ന് എൻ്റെ ബോധ മനസ്സിന് ഉറപ്പിച്ചു വെക്കാൻ പാകത്തിന് അങ്ങ് എന്നെ സഹായിക്കണേ. എൻ്റെ ബോധ മനസ്സിൽ എഴുതി വെക്കണേ, അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന്. അങ്ങ് എൻ്റെ കൂടെയുള്ളത് അനുഭവിക്കാൻ എനിക്കൊരു ഭാഗ്യം തരണേ. നീ അങ്ങനെ പ്രാർത്ഥിക്കുക, കൊച്ചു കൊച്ചു പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടത് ഞാൻ ഓർക്കുന്നു. സന്തോഷത്തോടെയാണ് ധ്യാനം കഴിഞ്ഞിട്ട് ആ മകൻ തിരിച്ചു പോയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരും കൂടെയില്ലെങ്കിലും, എല്ലാവരും നിന്നെ തിരസ്കരിച്ചിട്ട് മാറി നിന്നാലും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ദൈവത്തിന് നിന്നെ അറിയാം, നന്നായിട്ടറിയാം. നിന്റെ ദൈവത്തിന് നിന്റെ ഏകാന്തതയും നിന്റെ ഞെരുക്കവും നിന്റെ കഷ്ടപ്പാടും നിന്റെ ക്ലേശവും അത് മുഴുവനും തിരിച്ചറിയാൻ പറ്റും. ഇനി വേറെ ചില സമയങ്ങളുണ്ട് ജീവിതത്തിൽ, ശക്തമായ പ്രലോഭനങ്ങൾ വരുന്ന സമയം ഉണ്ടായിട്ടില്ലേ? പാപം ചെയ്യരുത് നല്ല ബോധ്യമുണ്ട്, നല്ല അറിവുണ്ട്, ചെയ്യില്ല എന്നുള്ള തീരുമാനമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ശക്തമായിട്ട് പാപം ചെയ്യാൻ പ്രലോഭനമാണ്. അതെന്ത് വളരെ തന്ത്രപൂർവം തിന്മ കെണിയൊരുക്കി, സൂത്രങ്ങളൊക്കെ ഒരുക്കി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കും. അറിയാതെ വീണു പോകാൻ സാധ്യതയുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, എത്ര ആത്മീയമായിട്ട് വളർന്നിട്ടുള്ളവരാണെങ്കിലും തിന്മയുടെ കെണിയിൽ വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ശുദ്ധതയ്ക്കെതിരായ പ്രലോഭനം ഒരിക്കൽ സീനായിലെ കത്രീനയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ കത്രീന വല്ലാണ്ട് സങ്കടപ്പെട്ടു. 3 ദിവസത്തോളം വല്ലാണ്ട് ക്ലേശിക്കുകയാണ് മനസ്സിൽ. എങ്ങനെയാണ് ഈ തിന്മയെ ഒന്ന് അതിജീവിക്കുക? ക്ലേശിക്കുകയാണ്. 3-ാമത്തെ ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടു ഈ സഹോദരിയുടെ മുൻപിൽ. ഉടനെ ഈശോയോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു ഈ 3 ദിവസം? എന്തേ ഇത്രയും ദിവസം വരാതിരുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടു, എന്തേ എന്നെ ഒറ്റയ്ക്കാക്കി? ഉടനെ ഈശോ പറഞ്ഞു, നീ ഒറ്റയ്ക്കായിരുന്നോ? അങ്ങനെയാണോ തോന്നിയത്? ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ നിനക്ക് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത്? ഒന്ന് ഓർത്തു നോക്ക് സഹോദര, എത്ര പ്രാവശ്യം പ്രലോഭനങ്ങൾ ഉണ്ടായി, എത്ര പ്രാവശ്യം സഹോദരി പാപം ചെയ്യാൻ പ്രേരണയുണ്ടായി. അരുതാത്തത് പറയാൻ, അരുതാത്തത് ചിന്തിക്കാൻ, അരുതാത്തത് കാണാൻ എത്ര അവസരങ്ങൾ നമ്മുടെ മുൻപിൽ തിന്മ ഒരുക്കി കൊണ്ടുവന്നു. പിടിച്ചു നിൽക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കാരണം, നിന്റെ കർത്താവ് കൂടെ നിന്ന് നിന്നെ സഹായിച്ചു. നിന്റെ കർത്താവ് നിന്റെ അരികിൽ നിന്നിട്ട് നിന്നെ ബലപ്പെടുത്തി, കുഞ്ഞെ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ കൂടെയുണ്ട്. ഇതാണ് കർത്താവ് നിന്നോട് എല്ലാ സമയവും പറഞ്ഞുകൊണ്ടിരുന്നത്. ചില സമയത്ത് നമ്മൾ തന്നെ ഓർക്കും, ദൈവം എന്നെ കൈവിട്ടൂലേ, ദൈവത്തിന് പോലും എന്നെ ആവശ്യമില്ല, ദൈവം പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. മാരക പാപത്തിനൊക്കെ അടിമകളായിട്ട് വരുന്ന മക്കൾ പലരും വേദനകൾ പങ്കുവെക്കുമ്പോൾ പറയും, എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു സിസ്റ്ററെ, എൻ്റെ ദൈവത്തിന് പോലും എന്നെ ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ വേദന. രോഗത്തെക്കാൾ കൂടുതൽ ഞാൻ പറയും, നമ്മുടെ മനസ്സിൻ്റെ വേദന ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ചിന്തയാണ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈശോയെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, നമ്മൾ ഈശോയ്ക്ക് അത്രയും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത്രയും ഈശോയെ സ്നേഹിച്ചിട്ട് ആ ഈശോയിൽ നിന്ന് ഒരു നല്ല പ്രതികരണം ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. ഈശോ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ തളർത്തിക്കളയും. സഹോദരി, നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട്. ഏതവസ്ഥയിലും, ഏത് തകർച്ചയിലും നിന്റെ ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. ഈ ക്രിസ്തുവിനെ കാണാൻ എല്ലായ്പ്പോഴും നിനക്ക് കഴിയട്ടെ, എല്ലാ സാഹചര്യത്തിലും നിനക്ക് കഴിയട്ടെ. ഈ വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് ഓർക്കുന്നില്ലേ? വിശുദ്ധ അന്തോനീസ് നല്ല മിടുക്കനായിരുന്നു. അറിയാലോ, നമ്മുടെയൊക്കെ ഇടവകകളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നൊവേനയും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഉണ്ട്. നമ്മളതിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. ഏത് സമയവും അന്തോനീസ് പുണ്യവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശീലവും നമുക്കുണ്ട്. നല്ല കാര്യമാണ്. ഈ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിലും തിന്മ വന്നിട്ട് പ്രലോഭിപ്പിച്ച അവസരം ഉണ്ടായിരുന്നു.
തിന്മയുടെ ശക്തമായിട്ടുള്ള സ്വാധീനമാണ്. തിന്മ വന്നിട്ട് ഇങ്ങനെ പറയാണ് അന്തോനീസിനോട്, അതേ നീ ഇങ്ങനെ വചനം പ്രഘോഷിക്കണത് 4 ആളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സത്യമല്ലേ? പറയാണ്, ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ പറയാണ്, നീ പറയുന്നത് നിന്റെ പാണ്ഡിത്യം മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസംഗിക്കണത്. നീ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മനുഷ്യനാണെന്ന് കാണിക്കാൻ, വലിയ വിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണത്. ഇങ്ങനെ തിന്മ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിശ്വസിക്കാവുന്ന പോലെ ഇത് സത്യമാണല്ലോ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. ആ രീതിയിലാണ് തിന്മ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തിന്മ വിടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും തിന്മ പറയാൻ, അതെ നീ അഹങ്കരിക്കുകയാണ്. നിൻ്റെ മനസ്സിൽ വലിയ അഹങ്കാരിയാണ് നീ. എളിമയുണ്ട് എന്നുള്ള മറ പിടിച്ചിട്ട് നീ അഹങ്കരിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ മുഴുവനും അഹങ്കാരമാണ്. അഹങ്കാരത്തിൻ്റെ വേറൊരു രൂപമാണ് നിൻ്റെ ജീവിതം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ തിന്മ പിശാച് വിട്ടു പോകുന്നേയില്ല. അല്പസമയ ഇടവേള, വീണ്ടും വരും, വീണ്ടും പറയും, വീണ്ടും ഇടവേള, ഇങ്ങനെ പുറകെ നടന്നിട്ട് ശല്യപ്പെടുത്തുകയാണ്. ഒടുവിൽ ഈ അന്തോനീസിന് മനസ്സിലായി ഇത് തിന്മയുടെ കളിയാണ്, ഇത് പിശാചിൻ്റെ പണി തന്നെ. അവിടെ തന്നെ മുട്ടുകുത്തി, സ്ഥലം ഏതാണെന്ന് ശ്രദ്ധിച്ചില്ല, മുട്ടുകുത്തി 2 കൈയും വിരിച്ചു പിടിച്ച്, എൻ്റെ കർത്താവേ എന്നോട് കരുണയായിരിക്കണമേന്ന് ഒറ്റ പ്രാർത്ഥനയാണ്. അത് ചങ്കുമുട്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്നോട് കരുണ കാണിക്കണമേ, എന്നെ ശിക്ഷിക്കരുതേ, അറിവില്ലായ്മ കൊണ്ട് വന്നതും അറിഞ്ഞുകൊണ്ട് ചെയ്തതും എന്നോട് പൊറുക്കണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന ശക്തമാക്കി. ആ പ്രാർത്ഥന തീരും മുൻപേ തിന്മ വിട്ടുപോയി. മനസ്സ് സ്വസ്ഥമായി, മനസ്സ് ശാന്തമായി. ശക്തമായ പ്രലോഭനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശക്തമായ തിന്മയുടെ സ്വാധീനങ്ങൾ. എത്രയധികം നീ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നുവോ, എത്രയധികം നീ ആത്മീയമായിട്ട് പ്രാർത്ഥിക്കുന്നുവോ, ഇങ്ങനെയൊക്കെ നീ ക്രിസ്തുവിനോട് അടുക്കും തോറും ഉറപ്പിച്ചോ, തിന്മ ശക്തമായിട്ട് നിൻ്റെ കൂടെ നിന്നെ ശല്യപ്പെടുത്താൻ അരികിലുണ്ടാകാൻ സാധ്യതയുണ്ട്. വേറെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ആത്മീയമായിട്ടൊക്കെ വളരാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, എല്ലാവർക്കും കൂട്ടുകാരുണ്ട്, എനിക്ക് മാത്രം കൂട്ടുകാരില്ല. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവരെ അംഗീകരിക്കും, ഞാൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാറില്ല. മറ്റുള്ളവർക്കെല്ലാം പ്രശംസ കിട്ടും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കൊരു നല്ല വാക്ക് ഇല്ല. മറ്റുള്ളവരെ എന്ത് പാപം ചെയ്താലും അതിനൊന്നും പ്രശ്നമില്ല, ഞാനൊന്ന് അനങ്ങിയാൽ പ്രശ്നമായി. എന്തിനും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള നീതീകരണങ്ങൾ, ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഏത് സാഹചര്യമാണെങ്കിലും സഹോദര ഓർത്തോ, ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട്, ക്രിസ്തു നിൻ്റെ അരികിലുണ്ട്. നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും നിൻ്റെ ക്രിസ്തുവിന് നിന്നിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കത്തേയില്ല. ഇനി മറ്റൊരു ചിന്തയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളവരുടെയും കൂടെയുള്ളവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ, ജീവിത പങ്കാളിയിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ, സഹോദരങ്ങളിൽ, സഹപ്രവർത്തകരിൽ, നമ്മുടെ അയൽപക്കത്തുള്ളവരിൽ, നമ്മളൊക്കെ അറിയാവുന്ന എല്ലാവരിലും, ഈ ഭൂമിയിലുള്ള സകലരുടെ ഉള്ളിലും ദൈവമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ ഉള്ളിലുള്ള ദൈവം തന്നെ അവരുടെ ഉള്ളിലും ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടാൽ അവിടെ പിന്നെ മത്സരമില്ല, ഭിന്നതയില്ല, വഴക്കില്ല, വൈരാഗ്യമില്ല. അവിടെ പിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന വിശുദ്ധൻ്റെ കൂട്ടത്തിൽ ചേർന്നു. വിശുദ്ധമായ ജീവിതം നയിക്കാനൊക്കെ ആഗ്രഹിച്ചു വന്ന സമയത്ത് ഇഗ്നേഷ്യസ് ലയോളയുടെ കൂട്ടത്തിൽ ചേരാൻ. ഇഗ്നേഷ്യസ് ലയോള ആ സമയത്ത് പാവപ്പെട്ട രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാൻ കഷ്ടപ്പെടുമായിരുന്നു. തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. രോഗികളുടെ അടുത്ത് പോയിട്ട് അവരെ കുളിപ്പിക്കുക, അവരെ വസ്ത്രം ഇടാൻ സഹായിക്കുക, മരുന്ന് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവരുടെ കൂടെ നിൽക്കുക, അവർ കിടക്കുന്ന മുറികൾ വൃത്തിയാക്കുക, ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക, ഇങ്ങനെയുള്ള എല്ലാ ജോലികളും ഈ ഇഗ്നേഷ്യസ് ലയോള ചെയ്യുമായിരുന്നു. ഈ ഫ്രാൻസിസ് സേവിയറിന് ഇതൊന്നും അത്ര വലിയ പരിചയമില്ലെങ്കിലും അവരിലും ദൈവത്തെ കാണാൻ തുടങ്ങിയതുകൊണ്ട് അങ്ങ് എളുപ്പമാകുകയാണ്. പ്രത്യേകിച്ച് രോഗികളുടെയൊക്കെ അടുത്ത് ഈച്ച വന്നിരിക്കുന്നതും ദുർഗന്ധം വമിക്കുന്നതും പഴുത്ത് ഇങ്ങനെ വ്രണം ഒക്കെ ഇരിക്കുന്നതും അതൊക്കെ ഒന്നും ഉൾക്കൊള്ളാനൊന്നും നമ്മുടെ ഫ്രാൻസിസ് സേവിയറിന് പറ്റുമായിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു ആദ്യ നാളുകളിൽ. പക്ഷേ അവരിലൊക്കെ യേശുവിനെ കാണാൻ തുടങ്ങിയതോടുകൂടി ആ മനോഭാവം അങ്ങ് മാറി. പിന്നെ വളരെ എളുപ്പമായി. എത്ര വലിയ രോഗിയാണെങ്കിലും അവരെ സ്നേഹിച്ച് സ്വന്തം സഹോദരനായി സഹോദരിയായി കാണാൻ, അപ്പച്ചനെ പോലെ അമ്മയെ പോലെ കാണാൻ നമ്മുടെ ഫ്രാൻസിസ് സേവിയറിന് സാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ എത്ര അധികം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയാലും, ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമുക്കെതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നു, നമ്മളെ മുറിപ്പെടുത്തുന്നു, അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരിൽ ക്രിസ്തുവിനെ കണ്ടാൽ അവരെ ശുശ്രൂഷിക്കാൻ, അവർക്ക് വേദനിക്കുന്നു എന്ന് കണ്ടാൽ അവരെ ചെന്ന് ആശ്വസിപ്പിക്കാൻ, അവരൊരു നല്ല കാര്യം ചെയ്താൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ, സഹോദര നീ ഇന്ന് തയ്യാറാകുന്നുവെങ്കിൽ ഉറപ്പ് നിൻ്റെ ഹൃദയത്തിൽ ഉണ്ണിയേശു ജന്മമെടുത്തു കഴിഞ്ഞു. നിൻ്റെ ഹൃദയത്തിൽ ഉണ്ണിയേശു ഇന്ന് രൂപം കൊണ്ടു കഴിഞ്ഞു. എമ്മാനുവേൽ,
ദൈവം നമ്മോട് കൂടെ, എൻ്റെ ദൈവമുണ്ട്, എൻ്റെ അടുത്തുള്ളവരുടെയും കൂടെ എൻ്റെ ദൈവമുണ്ട്. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത സന്തോഷം ഹൃദയത്തിലുണ്ടാവും. ഒരിക്കലും ഒരാൾക്ക് ഈ സന്തോഷം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഒരിക്കൽ പോലും ഈ സമാധാനത്തിന് അല്പം പോലും കുറവ് വരികയല്ല. ഉള്ളിൽ നിറഞ്ഞ സമാധാനവും സന്തോഷവും സ്നേഹവും നമുക്ക് വർദ്ധിപ്പിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങെപ്പോഴും കൂടെയുണ്ട് എന്ന വലിയ സത്യം മനസ്സിലാക്കാൻ, എല്ലാം അറിയുന്ന, കാണുന്ന, എല്ലാ ഇല്ലായ്മകളിലും, എല്ലാ കുറവുകളിലും, എല്ലാ വീഴ്ചകളിലും അങ്ങയെ കാണാൻ, അങ്ങ് കൂടെയുള്ളത് അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാന്നിധ്യം ഞങ്ങൾക്ക് വീണ്ടും തന്ന് ആത്മശക്തി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.